ഏകദേശം 2010 ശേഷമാണ് ഞാൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കടുത്ത ആരാധകനായി മാറുന്നത്. ആദ്യമൊരു കൗതുകമായിരുന്നുവെങ്കിലും അക്കാലത്ത് എന്നെ അവരിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാൻ കാരണക്കാരനായ ഒരു മനുഷ്യൻ അവർക്കൊപ്പമുണ്ടായിരുന്നു. അയാളോടുള്ള കടുത്ത ആരാധന മൂലം സിറ്റിയുടെ ചരിത്രവും സമകാലികതയും ജീവിതത്തിലേക്ക് ഞാൻ അന്നേ പകർത്തുവാൻ ആരംഭിച്ചു. അസാധ്യതയാർന്ന മനോഹര നീക്കങ്ങൾ കൊണ്ട് കാണികളെ വിസ്മയിപ്പിച്ച് ഞാൻ കണ്ടുവളർന്ന കാലങ്ങളിൽ അയാൾക്ക് മുകളിൽ മറ്റൊരാളില്ല എന്ന തോന്നൽ പോലും എന്നിലുണർത്തിയ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ, അതെ, സാക്ഷാൽ ഡേവിഡ് സിൽവ. നീണ്ട 10 വർഷത്തെ കരിയറിൽ അയാൾ സിറ്റിയിൽ സൃഷ്ടിച്ചു വെച്ചതെല്ലാം അത്ഭുതങ്ങൾക്ക് മുകളിലായിരുന്നു. ഒടുവിൽ അയാൾ ആ നീലക്കുപ്പായത്തോട് വിട പറഞ്ഞപ്പോൾ എനിക്ക് മാത്രമല്ല എന്നറിയാമെങ്കിലും ഞാൻ മാത്രമെന്ന് വിലപിച്ചു പോയിരുന്നുവെന്നൊരു തോന്നൽ എനിക്ക് അന്നേരമുണ്ടായിരുന്നു. അന്നേരമായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ അയാളെ അത്രമേൽ ആരാധിച്ചിരുന്നു എന്നത് ഞാൻ തിരിച്ചറിയുന്നത്. ഇതിനിടയിൽ ഒരു സ്വർണ്ണ തലമുടിയുള്ള ബെൽജിയൻ താരത്തിൻ്റെ സാന്നിധ്യം കൂടെ പറഞ്ഞു പോകാതിരിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. 2015 സീസണിൽ വീണ്ടും പ്രീമിയർ ലീഗിലേക്ക് ക്ഷണിക്കപ്പെട്ട അയാളിലേക്ക് ഞാനധികം അന്നേ ശ്രദ്ധ കൊടുത്തിരുന്നേയില്ല. വേണ്ടെന്ന് വെച്ച ചെൽസിയെയും മൗറിനിയെപ്പോലും അത്ഭുതപ്പെടുത്തി വോൾസ്ബർഗിൽ നിന്നും അസാധ്യമായ അവനെ തിരിച്ചു വരേണ്ട കഥ പോലും കേട്ടിട്ടും ഞാൻ മൈൻഡ് ചെയ്തിരുന്നേയില്ല. എന്നാൽ പോകെ പോകെ ഇത്തിഹാദിലെ നിലാവെളിച്ചമെല്ലാം 17 നമ്പർ കുപ്പായമണിഞ്ഞ അവനിലേക്ക് മാത്രം ആകർഷിക്കപ്പെടുകയായിരുന്നു. ശേഷം സാക്ഷാൽ പെപ്പിൻ്റെ വരവോടെ മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഒരു യുഗത്തെ തന്നെ തൻ്റേതാക്കി മാറ്റുകയായിരുന്നു അവൻ. പതിയെ പതിയെ മോട്രിച്ചും ക്രൂസും ഇനിയസ്റ്റയും തുടങ്ങിയ പ്രതിഭകൾക്കിടയിലേക്ക് വിശിഷ്ടനായി അവൻ നടന്നു കയറുന്നത് ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നു. മൈതാനത്ത് അയാളുടെ തീരുമാനങ്ങളുടെ നെയ്തെടുക്കുന്ന നീക്കങ്ങളിലും പാസുകളിലും ഗോളുകളിലും വരെ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത മറ്റെന്തോ അയാൾ പകർന്നുകൊണ്ടേയിരുന്നു. അതിലൂടെ ലോകം കണ്ട ചരിത്ര നായകന്മാരുടെ ഇടയിലേക്ക് അവൻ്റെ പേര് കൂടി കൂട്ടി വായിക്കപ്പെട്ടു, അതെ, കെവിൻ ഡി ബ്രൂയിനെ. സിൽവയുടെ വിടവാങ്ങലിന് ശേഷം മറ്റൊരു 10 വർഷം കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾക്കും കൂടി വേണ്ടി ഞാൻ നിരാശ അനുഭവിക്കും പോലെ. കാരണം സിൽവയിലുണ്ടായിരുന്ന പലതും ഞാൻ അയാളുടെയും ആസ്വദിച്ചിരുന്നു. സിൽവയോ ഡിബ്രൂണയോ മികച്ചെന്ന ചോദ്യം ഇന്നും എന്നിൽ ആശയക്കുഴപ്പമുണ്ടാക്കാറുണ്ട്. എന്നാൽ ആധുനിക ഫുട്ബോളിനുമൊപ്പം തൻ്റെ കളിശൈലിയിലും മാറ്റം വരുത്തിയ കെവിൻ എന്നും സിറ്റിയുടെ കുപ്പായത്തിൽ അത്ഭുത കഥകൾ സൃഷ്ടിച്ചിരുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ ഉൾക്കൊള്ളുകയാണ്. വാക്കുകൾക്കൊരിക്കലും ആ മനുഷ്യനിലെ തികഞ്ഞ പ്രതിഭയെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. വാക്കുകൾക്കും ചിന്തകൾക്കും അതീതമായി അയാൾ ഈ യൂറോപ്യൻ മൈതാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സിറ്റി ആരാധകർക്ക് കാലങ്ങളോളം നീണ്ട കഥ തന്നെ അയാളെക്കുറിച്ച് വാതോരത്തെ പറയാനുണ്ടാക്കും. എന്നാൽ ഇന്ന് ആ സിറ്റിയുടെ ഹൃദയം നുറുങ്ങുകയാണ്. ഞാൻ അനുഭവിച്ച ആ പഴയ വേദനയ്ക്ക് സമാനമായതെന്തോ ഇന്ന് എന്നെയും വീണ്ടും പിടികൂടിയിരിക്കുന്നു. കെവിൻ ഡി ബ്രൂയിനെ എന്ന ലെജൻഡറി നെയിം ഇത്തിഹാദിൽ നിന്നും നീണ്ട 10 വർഷത്തെ കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് പടിയിറങ്ങാൻ ഒരുങ്ങുകയാണ്. ഇനി മുന്നിലുള്ളത് അദ്ദേഹത്തിൻ്റെ അവസാന സീസണാണ് എന്ന് വേദനയോടെയാണെങ്കിൽ പോലും നമ്മൾ അംഗീകരിച്ചേ തീരൂ. അതിൻ്റെ യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടേ. പരിക്കുകൾ എല്ലായ്പ്പോഴും ഏതൊരു താരത്തിനും ഭീഷണി തന്നെയാണ്, പ്രത്യേകിച്ച് എതിർ ടീമുകൾക്ക് തലവേദനയുയർത്തുന്ന താരങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ആക്രമണമെന്ന വെല്ലുവിളി അയാൾ നിരന്തരം മൈതാനങ്ങളിൽ നേരിട്ടുകൊണ്ടേയിരുന്നിരുന്നു. എന്നിരുന്നാലും ആ വെല്ലുവിളികൾക്കിടയിലുമെല്ലാം കെവിൻ അത്രയേറെ സഹിഷ്ണുതയും പ്രതിരോധശേഷിയും ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നിരുന്നു. അത്തരമൊരു അസാധ്യമായൊരു കളിക്കാരനെ ഞാൻ മുൻപ് കണ്ടിരുന്നില്ല. നമുക്ക് അയാൾക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് സിറ്റി ആരാധകർക്കിടയിൽ പോലും ഇന്നും ഉത്തരമുണ്ടാകുകയില്ല. പല പേരുകളും ചിലർ അവകാശപ്പെടുമെങ്കിലും സത്യസന്ധമായ ഒരു ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. 2015 ഫ്ലോപ്പെന്ന് മുദ്രകുത്തിയ അതേ പ്രീമിയർ ലീഗ് 2025 എത്തി നിൽക്കുമ്പോൾ അയാൾ ഈ കാലഘട്ടത്തിലെ തന്നെ ലെജൻഡറി ലിസ്റ്റിൽ ഏറ്റവും തലപ്പത്ത് തന്നെ നിൽക്കുന്നത് കാണാം. പിന്നിട്ട വഴിയിൽ അതായിരുന്നു തന്നെ അകറ്റി നിർത്തിയവർക്കുള്ള അയാളുടെ മധുരപ്രതികാരം. അതിനിടയിൽ ഞങ്ങൾക്ക് അദ്ദേഹമെല്ലാം നൽകിക്കഴിഞ്ഞിരുന്നു. ഈ ക്ലബിന് വേണ്ടി തൻ്റെ കഴിവിൻ്റെ ഓരോ അംശം ചൊരിഞ്ഞു കഴിഞ്ഞിരുന്നു. കമ്പനി, സിൽവയ്ക്കോരോ എന്നിവർക്കൊപ്പം അഭിമാനത്തോടെ ഇത്തിഹാദിൽ നിൽക്കുന്ന ഒരു പ്രതിമയ്ക്ക് പോലും അയാളും അർഹനാണ്.
സിറ്റിയുടെ ലെജൻഡറി മൂവിയിലെ അവസാന അധ്യായത്തിലെ നായകൻ ഇത്തിഹാദിൽ നിന്നും പടിയിറങ്ങുന്നു. നിറകണ്ണുകൾക്കിടയിൽ അയാൾ പകർന്ന നിമിഷങ്ങൾ മിന്നിമറയുന്നത് കാണാം. ഹേറ്റേഴ്സ് ഇല്ലാത്ത ചുരുക്കം ചില കളിക്കാർക്കിടയിൽ കെവിനും ഉണ്ടായിരുന്നു എന്നതിനാൽ ഈ ഫുട്ബോൾ ലോകം പോലും ആ നിമിഷത്തെ വേദനയോടെയാണ് നോക്കിക്കാണുന്നത്. വരും നാളുകളിൽ സുന്ദരമായ നിമിഷങ്ങൾ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ആ ബൂട്ടുകളിൽ നിന്നും അസാധാരണമായ വിസ്മയങ്ങൾ പൂത്തുലയട്ടെ. ഇളകുന്ന സ്വർണ്ണത്തലമുടി ആട്ടിയുള്ള സെലിബ്രേഷൻ ഇനിയും വിരിഞ്ഞുകൊള്ളട്ടെ. ഒടുവിൽ കൊഴിയും നേരം ഞങ്ങൾ നിങ്ങളെ യാത്രയാക്കാം. പ്രായം തന്നെ നന്നായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്ന തിരിച്ചറിവാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ഞങ്ങൾക്കറിയാം. അതിനോട് എതിർപ്പുയർത്താനും ആഗ്രഹിക്കുന്നില്ല. കാരണം പണ്ടെപ്പോഴോ തൻ്റെ അഭിപ്രായത്തിലൂടെ വരും തലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കാൻ തീരുമാനിച്ച മനസ്സ് ഞങ്ങൾ കണ്ടറിഞ്ഞതാണ്. പക്ഷേ കണ്ടുമതി തീരാത്ത നീളൻ പാസുകളും ഗോളുകളും ഇനി മറ്റാരിലൂടെയാണ് ഞങ്ങൾ ആസ്വദിക്കുകയെന്ന നിരാശ മാത്രം. അതേ കെവിൻ, പണ്ട് സിൽവയിലുണ്ടായിരുന്ന പലതും ഞാൻ നിങ്ങളിലൂടെയും ആസ്വദിക്കാറുണ്ടായിരുന്നു. അയാൾ അവശേഷിപ്പിച്ച് വെച്ചുപോയ പലതിനെയും ഇത്തിഹാദിലെ നീലവേഗങ്ങൾക്ക് കീഴെ നീലക്കുപ്പായമണിഞ്ഞ് നിങ്ങളത് പൂർണ്ണമാക്കുകയും ചെയ്തു. ആ സംതൃപ്തിയോടെ ഇന്നേരം ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കെവിൻ, ഞാൻ നിങ്ങളുടെയും കടുത്ത ആരാധകനായിരുന്നു. അനശ്വരമാക്കി തീർത്ത നിമിഷങ്ങൾക്കെല്ലാം നന്ദി. താങ്ക് യു ലെജൻഡ് കെവിൻ ഡി ബ്രൂയിനെ. I think always the best player is the team who win. You can do everything. Press the ball, regain the ball, commit a guide, set pieces defensively, help us, arrive in the ball, score goals, assist, fight. He did everything. Masterclass player. He's one of course, the best players I ever trained in my life. I think always the best player is the team who win. He can do everything. Press the ball, regain the ball, commit a guide, set pieces defensively, help us, arrive in the ball, score goals, assist, fight. He did everything. Masterclass player. He's one of course, the best players I ever trained in my life.